വിശുദ്ധ പൗലോസിന്റെ മാനസാന്തരത്തെക്കുറിച്ചുള്ള 3 വിവരങ്ങൾ അപ്പോസ്തലിക പ്രവർത്തനങ്ങളിൽ കാണാൻ സാധിക്കും. സിസിലിയയിലെ ടാൻസിയയിലാണ് വിശുദ്ധ പൗലോസ് ജനിച്ചത്. സാവൂൾ എന്നായിരുന്നു വിശുദ്ധന്റെ ശരിയായ നാമം. ബെഞ്ചമിന്റെ ഗോത്രത്തിലും ജൂതവംശനുമായിരുന്നു വിശുദ്ധന്റെ മാതാപിതാക്കൾ. ജനനം കൊണ്ട് വിശുദ്ധൻ റോമൻ പൗരനായിരുന്നു. തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായി വിശുദ്ധൻ ജെറുസലേമിലേക്ക് പോയി. അവിടെ അദ്ദേഹം പണ്ഡിതനായ ഗമാലിയേലിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. വ്യാഖ്യാന ശാഖയിൽ അപാരമായ പാണ്ഡിത്യം നേടിയ വിശുദ്ധനെ തർക്കശാസ്ത്രത്തിലും വല്ല പരിശീലനം ലഭിച്ചിരുന്നു. നമ്മുടെ റഷ്യന്റെ മരണത്തിന് കുറച്ച് നാളുകൾക്ക് ശേഷം വിശുദ്ധ പൗലോസ് പലസ്തീനിൽ തിരിച്ചെത്തി. അദ്ദേഹത്തിന്റെ തീവ്രമായ മതബോധ്യവും അടങ്ങാത്ത ആവേശവും സഭയ്ക്കെതിരായുള്ള ഒരു മതഭ്രാന്തായി രൂപം പ്രാപിച്ചു. ഇത് വിശുദ്ധ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിലും അതേ തുടർന്നുണ്ടായ ക്രിസ്ത്യാനികൾക്കെതിരായ മതപീഡനത്തിൽ പങ്കാളിയാവുന്നതിനും വിശുദ്ധനെ പ്രേരിപ്പിച്ചു. ക്രിസ്ത്യാനികളെ ബന്ധിതരാക്കി ജെറുസലേമിൽ കൊണ്ടുവരുന്ന ദൗത്യമായി ഒരു ഉച്ചയോടെ ഡമാസ്കസിലെടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ആകാശത്ത് നിന്നും പ്രകാശവലയം അദ്ദേഹത്തിന് ചുറ്റും മിന്നി. യേശു തന്റെ മഹത്വമാർന്ന തിരുശരീരത്തോടു കൂടി അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. വിശുദ്ധൻ വ്യക്തമായി വിജയിച്ചുകൊണ്ടിരുന്ന മതപീഡന ദൗത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പെട്ടെന്ന് തന്നെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും സാവൂൾ എന്ന നാമത്തിന് പകരം പൗലോസ് എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. നിരവധി സ്ഥലങ്ങളിൽ സന്ദർശിച്ച് സുവിശേഷം പ്രസംഗിച്ചു, വിശ്വാസം പ്രചരിപ്പിച്ചു. ഏതാണ്ട് 65 AD റോമിൽ വെച്ച് ഒരു അപ്പോസ്തലികനായി രക്തസാക്ഷിത്വം പകരം ചൂടി.